സമീർ ബിൻ കരീം ചേരുന്നു മലപ്പുറത്ത് നിന്ന് മേൽമുറിയിൽ നിന്നാണ്. നമുക്കൊപ്പം ചേർന്ന കുറച്ച് ആരാധകരും സമീർ ബിൻ കരീമിന് ഒപ്പമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗുഡ് മോർണിംഗ് സമീർ. യഥാർത്ഥത്തിൽ ഈ കളിയുടെ ആവേശം അവിടെ വ്യാപിക്കപ്പെട്ടോ? തീർച്ചയായും ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ 80,000-ഓളം കാണികളെ സാക്ഷി നിർത്തിക്കൊണ്ട് അർജന്റീന ഫൈനലിലേക്ക് കയറുമ്പോൾ അതേ ആവേശം മലപ്പുറത്തിന്റെ തെരുവോരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ബിഗ് ത്രീനൊക്കെ ഒരുക്കി തന്നെ ആരാധകർ 5 മുതൽ തന്നെ കളി കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ആവേശത്തിലാണ് അർജന്റീന ആരാധകർക്ക് തന്നെ ഉള്ളത്. എങ്ങനെയുണ്ടായിരുന്നു കളി? നിരവധി ആരാധകരോടുണ്ട്. എന്താ അർജന്റീന ഫാനാണോ? അതെ. കളി എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ കളി കാണാറുണ്ടോ? ഇത്രയധികം ആവേശമുള്ള ആളുകൾക്കിടയിൽ നിരാശരായ ഒരാളെ നമുക്ക് കാണുന്നുണ്ട്. എന്താ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്നത്? എന്താ പ്രശ്നം? ബ്രസീൽ ആരാധകർ നിരാശയൊന്നുമല്ല. ഏതൊരു ടീമിനും ഫോമൗട്ടും ഉണ്ടാവും. അടുത്ത കളിയിൽ അല്ലെ അടുത്ത മാച്ച് തിരിച്ചു അല്ല അങ്ങനെ പറയരുത്. അർജന്റീനക്കാര് കളക്ടീവിനായി ചെന്ന തിരിച്ചു വരും. ടീം മാറാൻ സാധ്യതയുണ്ട്. ഈ പ്രാവശ്യത്തെ കളിയിൽ മെസ്സിയുടെ ഒരു മുന്നേറ്റം ഒന്നും ഞങ്ങൾക്ക് ഗോൾ അടിക്കാൻ ഇന്ന് ഈ ലാസ്റ്റ് സെമി ഫൈനലും അതൊരു അസിസ്റ്റിലൂടെ മാത്രം ഗോൾ അടിക്കാനേ പറ്റിയിട്ടുള്ളൂ. അല്ലാതെ മെസ്സിയുടെ ഒരു മികവൊന്നും ജർമ്മനിക്കാരനാണ്. എന്താ അറിയോ, അടുത്ത കാവല മത്സരത്തിൽ കാണാം. മെസ്സി ഗോൾ അടിക്കണോ അടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം മെസ്സി അർജന്റീന തോളിലേറ്റിക്കാണ്ട് ഇത്രയും കൊണ്ടായിരുന്നു. ഇനി മെസ്സിക്ക് വേണ്ടി മറ്റുള്ളവർ കളിച്ചാണ് ഗോൾ അടിക്കട്ടെ, എന്നിട്ട് അവനെ ജയിപ്പിക്കട്ടെ. അതാണ് ഞങ്ങൾ ആഗ്രഹം വരുന്നത്. പിന്നെ ബ്രസീലുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സങ്കടം ഉണ്ടോ പല കാര്യത്തിൽ. 22 കൊല്ലമായി ഒരു വേൾഡ് കപ്പ് കിട്ടിയിട്ട് ആ ടീമിന് എങ്ങനെ നടന്നതിൻ്റെ ആൾക്കാർ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞാണെങ്കിൽ വെല്ലിപ്പാക്ക് ആന ഉണ്ടായിരുന്നു നടക്കാം. മക്കൾക്ക് പേരക്കുട്ടിയൊക്കെ അതിന് തയമ്പുണ്ടാവില്ലല്ലോ വെല്ലിപ്പാക്ക് ഉണ്ടായിച്ചിട്ട്. 22 കൊല്ലമായി. ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിന് 2 കൊല്ലം ഈ ടീം വെച്ച് കണ്ട് ഇപ്പം എന്തായാലും അടുത്ത വേൾഡ് കപ്പ് യോഗ്യത കിട്ടുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചിട്ട് വേണം. അപ്പൊ അടിക്കണ കാര്യം പിന്നെയാണ്. പിന്നെ ഒരു 4 നാൾ കഴിയുമ്പോൾ ഒരു 10-30 കൊല്ലാവാ. വലിയ ആവേശത്തിലാണ് മലപ്പുറത്തിന്റെ തെരുവോരമുള്ളത്. ഒപ്പം തന്നെ മറ്റുള്ള ആരാധകരെ കളിയാക്കിയും വിജയം ആഘോഷിച്ചുമൊക്കെയാണ് അർജന്റീന ആരാധകർ ഇവിടെ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.